ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ നടന്ന മത്സരത്തിലും വിജയം സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. 2-നെതിരെ 3 ഗോളുകൾക്കാണ് ഒഡീഷ FCയെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത്. വളരെ ആവേശകരമായ ഒരു മത്സരമാണ് നടന്നത്. മത്സരത്തിൻ്റെ അവസാനത്തിൽ നോവ സദോയ് നേടിയ ഗോളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റൻഡൻസിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഓരോ മത്സരം കൂടുന്തോറും ആരാധകർ കുറഞ്ഞു വരികയാണ് എന്ന് തന്നെ എടുത്തു പറയണം. ഇന്നലത്തെ അറ്റൻഡൻസിന്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 9854 ആരാധകരാണ് ഇന്നലത്തെ മത്സരം വീക്ഷിക്കാൻ വേണ്ടി കൊച്ചി സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുള്ളത്. ഇത് താരതമ്യേന കുറവാണ്. ആരാധകർ ബ്ലാസ്റ്റേഴ്സിനെ കൈവിടുകയാണ് എന്നത് തന്നെയാണ് ഇതിൽ നിന്നും വളരെ വ്യക്തമാകുന്നത്. സാധാരണഗതിയിൽ ചുരുങ്ങിയത് ഒരു 15,000-ഓളം ആരാധകർ ഉണ്ടാവാറുണ്ട്. ഏകദേശം 25,000-ഓളം അല്ലെങ്കിൽ 30,000-ഓളം ആരാധകർ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ഒരു സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കേവലം 10,000-ന് താഴേക്ക് പോയിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ പരിണിത ഫലമായിക്കൊണ്ട് തന്നെയാണ് ഈ അറ്റൻഡൻസിൽ കാര്യമായ ഇടിവ് സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കൊണ്ടുമാണ് ഇത്തരത്തിൽ ആരാധകരുടെ കാര്യത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുള്ളത്. ആരാധകരെ സ്റ്റേഡിയത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി പലവിധ പ്രയോഗങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും ഫലം കാണുന്നില്ല. എന്നാൽ റിസൾട്ടുകൾ ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. മിഖേൽ സ്റ്റാറെ ക്ലബ്ബ് വിട്ടതിന് ശേഷം 4 മത്സരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത്. അതിൽ 3-ലും വിജയിക്കാൻ ക്ലബിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന മത്സരങ്ങളിൽ കൂടുതൽ അറ്റൻഡൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെ നടക്കുന്ന പ്രതിഷേധം അത് കുറയാനുള്ള സാധ്യതകൾ വളരെ തുച്ഛമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.